മകളെ നമസ്കാരം. നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് സെക്ഷൻ 1.3 ടോപ്പോളജിക്കൽ ആൻഡ് ജോമെട്രിക്കൽ നൊട്ടേഷനെക്കുറിച്ചാണ്, നോഷൻസാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കൺവേർജൻസ് ഓഫ് എ സീക്വൻസ് ഇൻ എ നോർമൽ സ്പേസ്. യു ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദ കൺവേർജൻസ് ഓഫ് എ സീക്വൻസ് ഇൻ എ മെട്രിക് സ്പേസ് ആൻഡ് ആൾസോ on topological spaces, but here we are going to discuss about the convergence of that sequences in normal spaces. You are given a normal space X and a sequence Xn in that space. Then you can say that Xn tends to X or converges to X. Our usual definition is for every epsilon greater than 0 there is a natural number k of epsilon such that a distance of xn with x is less than epsilon for all n greater than or equal to k of epsilon. But here distance of xn with x means d of xn with x means norm of xn minus x. So you can just apply the metric definition here, and you know that every normal space is a metric space. So this normal space becomes a metric space, and you can define a metric using the given norm as d of x is equal to norm x minus y. Just apply that here. Okay, next look at the open ball. What is the definition of open ball? In a metric space you have to create an open ball. That means you need a point and a corresponding radius. Okay, here also the same thing. So x naught is a point in the space, normal space x, and r will be the corresponding radius. Then what will be the open ball centered at that point x naught with the radius r? It can be defined as dr of x naught. Dr of x naught is the set of all points in the space in which norm of x minus x naught less than r. Okay, അതായത് x naught നിന്ന് r ഡിസ്റ്റൻസിനേക്കാൾ കുറവ് വരുന്ന മുഴുവൻ പോയിൻറ്റ്സിൻ്റെയും കളക്ഷൻ. ഓക്കെ, ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, ബട്ട് അതായത് ഇൻ യൂഷ്വൽ സ്പേസിലാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നോമിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൽ മാറ്റം വരും. അതുകൊണ്ടാണ് ജനറലി വി കോൾ ഇറ്റ് ആസ് എ ബോൾ എന്ന് വിളിക്കുന്നത്. ഇനി ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാം, എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻ്റ് ആവണം എന്നുള്ള കൺസെപ്റ്റാണ്. അത് തന്നെയാണ് ഇൻറ്റീരിയർ പോയിൻ്റ് ആവുക എന്ന് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻറ്റിൻ്റെ ഒരു ബോളിനുള്ളിൽ പാക്ക് ചെയ്ത് ആ ബോൾ ഷുഡ് ബി കണ്ടെയ്ൻഡ് ഇൻ O ആയിരിക്കണം. എ സബ്സെറ്റ് O of x is said to be open if for any point x there exists a radius r greater than 0 such that the ball centered at x with the radius r is a subset of O. ഓക്കെ, ഇൻറ്റീരിയർ പോയിൻ്റ് ആവുക എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്, വ്യത്യാസമില്ല. ഇനി ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ അതിലെ എല്ലാ ലിമിറ്റ് പോയിൻറ്റും അതിൽ തന്നെ ഉണ്ടാവുമെന്ന് പറയാം. ഈ ലിമിറ്റ് പോയിൻ്റ് ഉണ്ടാവുമെന്ന് പറയുന്നതിൻ്റെ വേറൊരു ക്യാരക്ടറൈസേഷനാണ് കറസ്പോണ്ടിങ് ടു ഈച്ച് പോയിൻറ്റ് എക്സ് ഇൻ എഫ് ദർ ഈസ് എ സീക്വൻസ് ഇൻ എഫ് സച്ച് ആറ്റ് എക്സ് ആൻഡ് ടെൻസ് ടു എക്സ്. അപ്പോൾ ഇതിനർത്ഥം ശരിക്കും ലിമിറ്റ് പോയിൻ്റ് ലിമിറ്റ് പോയിൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ ലിമിറ്റ് ഓഫ് എ സം സീക്വൻസ് എന്നാണ് മീനിങ്. ഓക്കെ, ആ കൺസെപ്റ്റാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ ആദ്യം കോംപ്ലിമെൻ്റ് ഓപ്പൺ ആവുക എന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ആൾ ഓഫ് ഇറ്റ്സ് ലിമിറ്റ് പോയിൻറ്റ്സ് എന്ന് പറയാം. അതുമല്ലെങ്കിൽ അതിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും എക്സ് എൻ സച്ച് ദാറ്റ് എക്സ് എൻ ടെൻസ്. ഇപ്പോൾ ലിമിറ്റ് പോയിൻ്റ് അല്ലാത്തൊരു പോയിൻ്റ് ആണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സീക്വൻസ് എടുത്താൽ മതി. ഇപ്പോൾ എക്സ് ഈസ് ആൻ ഐസൊലേറ്റഡ് പോയിൻ്റ് ഇൻ എഫ്. അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എൻ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അങ്ങനെ വരുമെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് പോയിൻ്റ് ആയാലും അല്ലാത്ത ലിമിറ്റ് പോയിൻ്റ് ആയാലും രണ്ടിനെയും നമുക്ക് ഇങ്ങനെ സീക്വൻസിൻ്റെ ലിമിറ്റാക്കി എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനേഷൻ. ഇനി ലെമ്മ 1.3.1 if O is an open set and F is equal to O complement is closed. അതായത് ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ F and F is complement is ഓപ്പൺ എന്ന് പറയുന്നതാണ്. അത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പ്രൂഫിലേക്ക് അധികം കടക്കുന്നില്ല. യു നോ എവരിതിങ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ് ഓപ്പൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടോപ്പോളജിയിൽ അറിയാം. അതുപോലെ തന്നെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ. അതുപോലെ ആർബിട്രറി ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് നീഡ് നോട്ട് ബി ഓപ്പൺ നമ്മൾ പ്രൂവ് ചെയ്താണ്. എംപ്റ്റി സെറ്റും ഹോൾ സ്പേസും ഓപ്പണും ആസ് വെൽ ആസ് ക്ലോസ്ഡും ആണ്. ഇതെല്ലാം ടോപ്പോളജി റിലേറ്റഡ് ആണ്. ഇതേ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ക്ലോസറിലേക്ക് കൂടി മാറ്റാവുന്നതാണ്. അപ്പോൾ ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ് എന്നുള്ളത് ആർബിട്രറി ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് ആവും. ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ പറയുന്നതിന് പകരം ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് ഈസ് ക്ലോസ്ഡ് എന്ന് പറയാം. അതുപോലെ ആർബിട്രറി ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് നീഡ് നോട്ട് ബി ഓപ്പൺ എന്ന് പറഞ്ഞതിനെ നമുക്ക് ആർബിട്രറി യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് നീഡ് നോട്ട് ബി ക്ലോസ്ഡ് എന്ന് കൂടി പറയാൻ പറ്റും. ഇതുപോലെ കൗണ്ടർ എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്പണിൻ്റെ ഡെഫിനേഷൻസ് പഠിക്കുക, അത് തന്നെയാണ് അതിൻ്റെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ക്ലോസ്ഡ് സെറ്റിലേക്ക് പോകാം.
നെക്സ്റ്റ് എന്താണ് ക്ലോഷർ ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സെറ്റിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സെറ്റ് യൂണിയൻ ഓൾ ലിമിറ്റ് പോയിൻറ്റ്സിനെയും അതിനെയും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസർ സെറ്റ് കണ്ടെയ്നിങ് എ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ആർ ക്ലോസർ സെറ്റ് കണ്ടെയ്നിങ് എ. അപ്പോൾ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് എ ക്ലോസർ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി എ ക്ലോഷർ ഈക്വൽ ടു എ ആയിരിക്കും. ഈ ഒരു സെറ്റിനെ എപ്പോഴാണ് ഡെൻസ് എന്ന് പറയാൻ പറ്റുക എന്നുള്ളത്. ഡെൻസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ആ സെറ്റിൻ്റെ ക്ലോഷർ ഹോൾ സ്പേസിന് ഈക്വൽ ആവുക. ഈ ക്ലോഷർ ഹോൾ സ്പേസിന് ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്പേസിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡ് ആരുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യും? എയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും അതല്ല എയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഓക്കെ, കറസ്പോണ്ടിങ് ടു ഈച്ച് പോയിൻറ്റ് എക്സ് ആൻഡ് ഈച്ച് റേഡിയസ് ആർ dr of x intersect with a, then a is dense. ഇപ്പോൾ ഡെൻസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിൻ്റ് എടുത്താൽ സ്പേസിൽ ഏത് പോയിൻ്റ് എടുത്താൽ ആ പോയിൻറ്റിൻ്റെ എല്ലാ ബോളുകളുമായിട്ട് എ ഇൻ്റർസെക്റ്റ് ചെയ്യണം. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് ഡെൻസ് ഇൻ ആറാണ്, അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സും ഡെൻസ് ഇൻ ആറാണ്. നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന എക്സാമ്പിൾസാണ്. ഇനി നോം തന്നെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമ്മൾ മോഡുലസ് വെച്ചുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോം ഫ്രം എക്സ് ഇൻ ടു ആർ എക്സ് ഈസ് എ നോർമൽ സ്പേസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ നോമിന് നിങ്ങൾ എഫ് എന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന പോയിൻ്റ് എടുക്കുന്ന ആർബിട്രറി പോയിൻ്റ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ അപ്ലൈ ചെയ്യുക. എക്സ് എൻ ടെൻസ് ടു എക്സ് എന്ന് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നോം എക്സ് എൻ ടെൻസ് ടു നോം എക്സ് എന്ന് കിട്ടും. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് എക്സ് എൻ ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ്. സിമിലർലി ദ നോം ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഇനി നോർമൽ സ്പേസിലെ ഇൻ്റർവൽ, നമ്മൾ സാധാരണ ഇൻ്റർവൽ എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റാണ് അല്ലേ? ആ കാര്യം നമുക്ക് ഇവിടെ നിങ്ങൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിലും ഇതുപോലെയുള്ള ഒരു കേസ് പഠിച്ചിട്ടുണ്ടാകും. ഇൻ്റർവൽ, അതായത് നോർമൽ സ്പേസിൽ ഒരു ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഒരു നമ്പർ 0ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നൊരു സെറ്റായിരിക്കും. അതിന് 2 പോയിൻറ്റ്സ് മിനിമം ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാകുമ്പോഴേ നമ്മളതിനെ ഇൻ്റർവൽ എക്സ് ആൻഡ് വൈ ആർ 2 പോയിൻറ്റ്സ് ഇൻ. അപ്പോൾ എക്സും വൈനെയും ജോയിൻ ചെയ്യുന്ന ഒരു ഇൻ്റർവൽ നോർമൽ സ്പേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാംഡ സെറ്റ് ഓഫ് ആൾ ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ, അത് കോൺവെക്സ് കോമ്പിനേഷൻസ് അങ്ങനെ വേണം വിളിക്കുക. കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ടാണ് എടുക്കുന്നത് 2 പോയിൻറ്റ്സിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും, എല്ലാ പോയിൻറ്റിൻ്റെയും അല്ല എക്സിൻ്റെയും വൈൻ്റെയും. അപ്പോൾ എക്സിനെയും വൈനെയും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് അത് ഞാൻ ഇൻ്റർവൽ എന്ന് വിളിക്കുക. അത് ഏത് സ്പേസിലും ഡിഫൈൻ ചെയ്യാം. നൊട്ടേഷൻ എന്നാണ് ഐ ഓഫ് എക്സ് വൈസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ 0 ലെസ് ആർ ഈക്വൽ ടു ലാംഡ ലെസ് ആർ ഈക്വൽ ടു 1. ഇനി ഇത് ഒരു ലെഫ്റ്റും റൈറ്റും എൻ പോയിൻറ്റ്സ് ഉള്ള ഒരു ഇൻ്റർവലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇങ്ങനെ അല്ലാത്തത് ഒരു സൈഡിലേക്ക് തന്നെ പോകണമെങ്കിൽ ലാംഡയുടെ വാല്യൂ ഇപ്പോൾ എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് കിട്ടണമെങ്കിൽ ലാംഡ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ റൈറ്റ് കിട്ടും. ലാംഡ ലെസ് ആർ ഈക്വൽ ടു കൊടുത്താൽ ലെഫ്റ്റിലേക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്കിവിടെ എക്സും വൈയും നമുക്ക് ലാംഡ എലമെൻ്റ് ഓഫ് ആർ റിയൽ ലൈൻ ആണെങ്കിൽ 2 സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അത് റിയൽ ലൈൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ലൈനായിരിക്കും നോർമൽ സ്പേസിൽ. ഓക്കെ, അപ്പോൾ നോർമൽ സ്പേസിൽ ഇതുപോലെ ഇൻ്റർവെല്ലും റേയും ലൈനും ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആ ലാംഡയുടെ വാല്യൂവിനനുസരിച്ചാണ്. ലാംഡ 0നും 1നും ഇടയിലാണെങ്കിൽ നമ്മളതിനെ ലൈൻ സെഗ്മെൻ്റ് ആയിരിക്കും. റൈറ്റും ലെഫ്റ്റും ലൈൻ പോയിൻറ്റ്സ് ഉള്ളത്. അതിന് ഓപ്പണും വേണമെങ്കിൽ ആക്കാൻ പറ്റും. 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 1 ആണെങ്കിൽ ഓപ്പൺ ആക്കാം, സെമി ഓപ്പൺ ആക്കാം. അതുപോലെ തന്നെ ഇതിനെ റേ ആക്കി മാറ്റാം. അപ്പോൾ ലാംഡ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഓപ്പൺ റേയോ ക്ലോസർ റേയോ പറയാം. ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെസ് ആർ ഈക്വൽ ടു 0 പറയാം. ലാംഡ എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ നമ്മളത് റിയൽ ലൈനിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവൽ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു നോർമൽ സ്പേസിൽ ഇൻ്റർവെല്ലുള്ള പോയിൻറ്റ്സിൽ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ള റിസൾട്ടാണ്. വളരെ എളുപ്പമാണ്. നോം എക്സ് മൈനസ് വൈ ഈക്വൽ ടു അത് നിങ്ങൾക്കറിയാം. ഒരു ലൈനിലെ ഒരേ ലൈനിലാണ് 3 ഡെസ്റ്റിനേഷൻസ് വരുന്നത്. ഇപ്പോൾ ആലത്തൂർ, വടക്കഞ്ചേരി, പാലക്കാടെന്ന് വരികയാണെങ്കിൽ ആലത്തൂരിൽ നിന്ന് പാലക്കാടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ആലത്തൂരിൽ നിന്ന് കുഴൽമന്ദത്തേക്കുള്ള ദൂരം പ്ലസ് കുഴൽമന്ദം മുതൽ പാലക്കാട് വരെയുള്ള ദൂരം, അതായത് സ്ട്രൈറ്റ് ലൈനിൽ അത് വരുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നത്. ആ ഒരേ റോഡായിക്കൊണ്ട്. ഓക്കെ, അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് എന്താണ് കോൺവെക്സ് സെറ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഒരു സെറ്റ് കോൺവെക്സ് സെറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് അതിനുണ്ടാകും. അല്ലെങ്കിൽ കോൺവെക്സ് ഹള്ളും അതും സെയിം ആവുക എന്നാണ് അർത്ഥം അല്ലേ? അല്ലെങ്കിൽ അതിൽ ഏത് 2 പോയിൻറ്റിൻ്റെയും കോൺവെക്സ് കോമ്പിനേഷൻ അതിനുള്ളിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ എം എന്ന ഒരു സെറ്റിനെ കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ എലമെൻറ്റ് ഓഫ് എം ഫോർ ഓൾ എക്സ് കോമ വൈ, ഏത് എക്സ് വൈ എടുത്താലും ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനർത്ഥം
അതിനകത്ത് ഏത് 2 പോയിൻറ്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റും അതിൽ തന്നെ ഉണ്ടാവുമെന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ ആപ്പിളിൻ്റെ ഇതിലെടുക്കുമ്പോൾ ഇടയിലുള്ള ഒരു ഷേപ്പ് വെച്ചിട്ട് അത് കോൺവെക്സ് അല്ല നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അത് കോൺവെക്സ് ആകില്ല. പക്ഷേ ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ എടുത്താൽ അത് കോൺവെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിസ്ക് എടുത്താൽ കോൺവെക്സ് ആയിരിക്കും, ഒരു ബോൾ എടുത്താൽ അത് കോൺവെക്സ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇത് എന്താവണമെന്നില്ല, കോൺവെക്സ് ആവണം നിർബന്ധമില്ല. ഇനി കോൺവെക്സ് സെറ്റുകളുടെ കാര്യത്തിൽ ഇൻ്റർസെക്ഷൻ ഓഫ് കോൺവെക്സ് സെറ്റ്സ് അഗെയിൻ കോൺവെക്സ് ആയിരിക്കും, പക്ഷേ യൂണിയൻ ഓഫ് 2 കോൺവെക്സ് സെറ്റ്സ് നീഡ് നോട്ട് ബി കോൺവെക്സ് ആയിരിക്കും. അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് യൂണിറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ സെൻറ്റർ എക്സും റേഡിയസ് 1 ആവുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് ബോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബി എ ലീനിയർ നോർമൽ സ്പേസ് ആൻഡ് ഡി ഓഫ് ഈക്വൾ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് അറ്റ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഈസ് കോൾഡ് യൂണിറ്റ് ബോൾ ഓഫ് ദ സ്പേസ് ഇ. അപ്പോൾ ഇവിടെ സെൻറ്റർ 0 ആണ്. ഓക്കെ, സെൻറ്റർ 0യും റേഡിയസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 0 സെൻറ്ററിൽ നിന്ന് ഡിസ്ക്, ഓപ്പൺ ഡിസ്ക് എന്ന് പറയുന്ന പോലെ തന്നെ യൂണിറ്റ് ക്ലോസ്ഡ് ഡിസ്ക്കാണ് ഈ സംഭവം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ലെസ് ദാൻ 1 ആണെങ്കിൽ ഓപ്പൺ ഡിസ്ക് ആയിരിക്കും. ഈക്വൽ ടു 1 ആയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് യൂണിറ്റ്സ് സ്ഫിയർ, അതായത് ഔട്ടർ റീജിയൻ മാത്രമാണ് വരിക. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ സ്ഫിയറിൻ്റെ ഔട്ടർ മാത്രം. അതാണ് എസ് ഓഫ് ഇ, ഡി ഓഫ് ഇ നൊട്ടേഷൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി എപ്പോഴാണ് നോർമൽ സ്പേസിൽ ഒരു സെറ്റ് ബൗണ്ടഡ് ആവുകയെന്ന് പറയുക വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ പോയിൻറ്റ്സുകളുടെയും അല്ലെങ്കിൽ ഒരു ബോളിനുള്ളിലേക്ക് ഇതിനെ കയറ്റാൻ പറ്റുക എന്നുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് മെട്രിക് സ്പേസിൽ പറയുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ അതിനൊരു യൂണിറ്റ് ബോളിനുള്ളിലേക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് അല്ലെങ്കിൽ ഏത് 2 പോയിൻറ്റ് നമ്മുടെ ഡിസ്റ്റൻസ് ഒരു ഫിക്സഡ് വാല്യൂവിനേക്കാൾ കുറവായിരിക്കും എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ കൺസെപ്റ്റ്. ഇവിടെ എം എന്നാണ് പേര് കൊടുക്കുന്നത് ബൗണ്ടഡ് സെറ്റിനായാലും അല്ലേ. ബൗണ്ടഡ് സെറ്റിന് ഇവിടെ പേര് കൊടുക്കുന്നത് എം എന്ന പേരാണ്. കോൺവെക്സ് സെറ്റിന് നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക.